ഫൈൻ ഇയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ കുറിച്ചാണ്. ഇന്ത്യയിലെ കൾച്ചറൽ മോണമെന്റ്സ് അതുപോലെ തന്നെ നാച്ചുറൽ മോണമെന്റ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സൈറ്റുകളും അതിന്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ ടോട്ടലായിട്ട് ഇതുവരെ 42 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ സൈറ്റുകളെന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നും നമുക്ക് നോക്കാം. There are 42 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. 42 യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. യുനെസ്കോ strives to encourage the conservation, identification and maintenance of natural and cultural heritage around the world. നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിനെ സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ കൺസർവ് ചെയ്യാൻ വേണ്ടിയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ 1983 സെഷനിലാണ് ആദ്യമായിട്ട് ഹെറിറ്റേജ് സൈറ്റിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സൈറ്റുകൾ ഏതൊക്കെയാണ്? 1983 പ്രഖ്യാപിച്ചിരിക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആഗ്ര ഫോർട്ട് ആണ്. ആഗ്ര ഫോർട്ട്. നെക്സ്റ്റ് അജന്ത കേവ്സ് ആണ്. ആഗ്ര ഫോർട്ട് എവിടെയാണ് വരുന്നത്? ആഗ്ര ഫോർട്ട് വരുന്നത് ഡൽഹിയിലാണ്. ആഗ്ര ഫോർട്ട് വരുന്നത് ഡൽഹിയിലാണ്. ആഗ്ര ഫോർട്ട് വരുന്നത് 1983 സൈറ്റുകളുടെ പേരാണ് നമ്മൾ പറയുന്നത്. അജന്ത കേവ്സ് മഹാരാഷ്ട്രയിലാണ്. അജന്ത കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അജന്ത കേവ്സ് വരുന്നത്. അതുപോലെ തന്നെ വേറെ 2 മോണമെന്റ്സും കൂടിയുണ്ട് 1983. ഏതൊക്കെയാണ്? യെല്ലോറ കേവ്സ്. അജന്ത ആൻഡ് യെല്ലോറ കേവ്സ്. നേരത്തെ നമ്മൾ നോക്കിയത് അജന്ത കേവ്സ് ആണ്. ഇത് യെല്ലോറ കേവ്സ് ആണ്. ഇതും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലാണ് യെല്ലോറ കേവ്സും വരുന്നത്. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം താജ്മഹലാണ്. താജ്മഹലാണ് ഷാജഹാന്റെ നിർമ്മിതിയാണ്. മുഗൾ എംപറർ ആയിട്ടുള്ള ഷാജഹാന്റെ നിർമ്മിതിയാണ് താജ്മഹൽ. അതും 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കി മാറ്റിയിട്ടുള്ളതാണ്. ഇതാണ് താജ്മഹൽ, എല്ലാവർക്കും അറിയാം. ഇത് യെല്ലോറ കേവ്സിന്റെ ഒരു ദൃശ്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മോണമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാം. 1984 അടുത്ത മോണമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സൺ ടെമ്പിൾ ആണ്. സൺ ടെമ്പിൾ എവിടുത്തെ? കൊണാർക്ക് സൺ ടെമ്പിൾ ആണ്. അത് എവിടെയാണ് വരുന്നത്? ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് കൊണാർക്ക് സൺ ടെമ്പിൾ വരുന്നത്. ഒഡീഷയിലാണ് കൊണാർക്ക് സൺ ടെമ്പിൾ വരുന്നത്. ഒഡീഷയിൽ ഏത് രാജവംശമാണ് അത് നിർമ്മിച്ചത്? ആ നിർമ്മിതി ആരാണ് നടത്തിയിരിക്കുന്നത്? ഗംഗ ഡൈനാസ്റ്റിയിലെ നരസിംഹദേവയാണ് കൊണാർക്ക് സൺ ടെമ്പിൾ പണിയെഴുപ്പിച്ചിരിക്കുന്നത്. 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു സൺ ടെമ്പിൾ. കൊണാർക്കിലെ സൺ ടെമ്പിൾ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. RRBക്ക് അതുപോലെ തന്നെ SSCക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പോർഷൻ ആണ് കൊണാർക്ക് സൺ ടെമ്പിൾ മോണമെന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഫത്തേപൂർ സിക്രി 1986. നെക്സ്റ്റ് 1986 ഫത്തേപൂർ സിക്രിയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫത്തേപൂർ സിക്രിയുടെ ഗേറ്റ് വേ എന്താണ് അറിയപ്പെടുന്നത്? ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ എന്നാണ് ഫത്തേപൂർ സിക്രിയുടെ ഗേറ്റ് വേ അറിയപ്പെടുന്നത്. ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ്. മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബറാണ് ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് ആണ്. ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് ഖജുറാവോ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതും 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെയും 1986 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ് ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവ. ഗോവയിലെ ചർച്ചുകൾ അതുപോലെ തന്നെ കോൺവെന്റ്സ്. പോർച്ചുഗീസുകാർ അവരുടെ അധിനിവേശം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഗോവ. ഗോവയിലെ ചർച്ചുകളും കോൺവെന്റ്സുമാണ് 1986 മറ്റൊരു ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ മോണമെന്റ് ഗ്രൂപ്പ് ഓഫ് ഹംപി. ഹംപി എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിലാണ് ഹംപി വരുന്നത്. കർണാടകയിലാണ് ഹംപി വരുന്നത്. കർണാടകയിൽ വരുന്നു. 1986 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇതാണ് ഫത്തേപൂർ സിക്രിയുടെ ഒരു പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എലിഫന്റ കേവ്സ് ആണ്. എലിഫന്റ കേവ്സ് 1987 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയി പ്രഖ്യാപിച്ചതാണ് എലിഫന്റ കേവ്സ്. എലിഫന്റ കേവ്സ് എവിടെയാണ് വരുന്നത്? മഹാരാഷ്ട്രയിലാണ് എലിഫന്റ കേവ്സ് വരുന്നത്. മഹാരാഷ്ട്രയിലാണ്
എലിഫന്റ കേവ്സ് വരുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് അറ്റ് പട്ടടക്കൽ. പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ്, പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എവിടെയാണ് വരുന്നത്? കർണാടകയിലാണ് വരുന്നത്. കർണാടകയിലാണ് പട്ടടക്കൽ ഗ്രൂപ്പ് ഓഫ് മോണമെന്റ്സ് വരുന്നത്. അതും 1987 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് ആണ്. ചോള ടെമ്പിൾസ് അത് രണ്ട് കാലഘട്ടത്തിലാണ് സൈറ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1987 അതുപോലെ തന്നെ 2004 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ചോള ടെമ്പിൾസിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചോള ടെമ്പിൾസ് എവിടെയാണ് വരുന്നത്? തമിഴ്നാട്ടിലാണ് ചോള ടെമ്പിൾസ് വരുന്നത്. എവിടെയാണ്? തമിഴ്നാട്ടിലാണ് ചോള ടെമ്പിൾസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാഞ്ചിയാണ്. സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് മോണമെന്റ്സ് ആണ്. അത് 1989 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാഞ്ചി എവിടെയാണ് വരുന്നത്? മധ്യപ്രദേശിലാണ് സാഞ്ചി വരുന്നത് കേട്ടോ. മധ്യപ്രദേശിലാണ് സാഞ്ചി വരുന്നത്. സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് മോണമെന്റ്സ് ആണ് 1989 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുത്തബ് മിനാർ ആൻഡ് ഇറ്റ്സ് മോണമെന്റ്സ് ആണ്. 1993 കുത്തബ് മിനാറും അതിന്റെ കൂടെയുള്ള മോണമെന്റ്സും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുത്തബ് മിനാർ ആരാണ് പണി കഴിപ്പിച്ചത്? പണി തുടങ്ങി വെച്ചത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് കിങ് ആയിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് ആണ് കുത്തബ് മിനാറിന്റെ പണി ആദ്യമായി തുടങ്ങി വെച്ചത്. അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. കുത്തബുദ്ദീൻ ഐബക്കിന്റെ മകനായിട്ടുള്ള ഇൽത്തുമിഷ് ആണ് അത് കംപ്ലീറ്റ് ചെയ്തത്. 1993 കുത്തബ് മിനാറും അതിന്റെ മോണമെന്റ്സും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹുമയൂൺസ് ടോംബാണ്. ഹുമയൂണിന്റെ ടോംബാണ്. അത് വരുന്നത് ഡൽഹിയിലാണ് അത് വരുന്നത്. 1993 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇത് ഹുമയൂണിന്റെ ടോംബ്. ഹുമയൂൺ ആരായിരുന്നു? ഒരു മുഗൾ എംപറർ ആയിരുന്നു ഹുമയൂൺ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ടൈൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ മൗണ്ടൈൻ റെയിൽവേ അത് ഏതൊക്കെ വർഷങ്ങളിലാണ്? 1999 2005 2008 1999 2005 അതുപോലെ തന്നെ 2008 ഇത്രയും കാലഘട്ടങ്ങളിലാണ് മൗണ്ടൈൻ റെയിൽവേസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് അറ്റ് ബോധ്ഗയയിലെ മഹാബോധി ടെമ്പിൾ കോംപ്ലക്സ് ആണ്. 2002 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എവിടെയാണ് വരുന്നത്? ബോധ്ഗയ എവിടെയാണ്? ബീഹാറിലാണ് ബോധ്ഗയ വരുന്നത്. ഏറ്റവും വലിയൊരു പിലിഗ്രിമേജ് ആണ് മഹാബോധി ടെമ്പിൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭീംബേക്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ് ആണ്. അത് ഏത് വർഷമാണ്? 2003 ഭീംബേക്കയിലെ റോക്ക് ഷെൽട്ടേഴ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് 2004 വരുന്നതാണ് ഛത്രപതി ശിവജി ടെർമിനസ്. ഇന്ത്യയിലെ റെയിൽവേ ടെർമിനൽ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ടെർമിനൽ ആണ് ഛത്രപതി ശിവജി ടെർമിനസ്. അത് ഫോർമലി എന്താണ്? വിക്ടോറിയ ടെർമിനൽസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2004 അത് എന്ത് ചെയ്തത്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചമ്പാനർ പവാഗഡ് ആർക്കിയോളജിക്കൽ പാർക്കാണ്. അത് 2004 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് ഫോർട്ട് കോംപ്ലക്സ് ആണ്. ചെങ്കോട്ടയും അതിന്റെ കോംപ്ലക്സുകളാണ്. അത് 2007 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ജന്തർ മന്ദർ ആണ്. ജയ്പൂരിലാണ് വരുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. 2010 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജയ്പൂർ എന്താണ്? പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് ജയ്പൂർ എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ. നെക്സ്റ്റ് ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ ആണ്. ഫോർട്ടുകൾക്ക് പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാന്. ഹിൽ ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ ആണ് മറ്റൊരു മോണമെന്റ്. 2013 അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റാണി കി വാവാണ്. ദ ക്യൂൻ സ്റ്റെപ്പ് വെൽ അറ്റ് പത്താൻ. ഗുജറാത്തിലെ പത്താനിൽ ഉള്ള ഒരു മോണമെന്റ് ആണ് റാണി കി വാവ്. അത് എന്താണ്? സ്റ്റെപ്പ് വെൽസ് ആണ്.
സ്റ്റെപ്പ് വെൽസ് ആണ്. 2014 അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ, മഹാവീര അറ്റ് നളന്ദ, ബീഹാറിലെ നളന്ദ ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദയാണ് മറ്റൊരു മോണമെന്റ് ആയിട്ട് വരുന്നത്. 2016 അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ സിറ്റി ഓഫ് അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ് സിറ്റിയാണ്. അഹമ്മദാബാദ് സിറ്റി 2017 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് റാണി കി വാവിന്റെ ഒരു പിക്ചർ ആണ്, സ്റ്റെപ്പ് വെൽസിന്റെ ഒരു പിക്ചർ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർട്ട് ഡീകോ എൻസെമ്പിൾസ് ഓഫ് മുംബൈ മഹാരാഷ്ട്രയിലെ ഒരു മോണമെന്റ് ആണ്. വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർട്ട് ഡീകോ എൻസെമ്പിൾസ് ഓഫ് മുംബൈ മഹാരാഷ്ട്രയിലാണ്. 2018 അത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ജയ്പൂർ സിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജയ്പൂർ സിറ്റി എന്താണ്, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് ജയ്പൂർ സിറ്റി. രാജസ്ഥാനിലുള്ള ജയ്പൂർ സിറ്റി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയി പ്രഖ്യാപിച്ചത് 2019. നെക്സ്റ്റ് കാകതീയ രുദ്രേശ്വര രാമപ്പ ടെമ്പിൾ എന്ന് പറയും. കാകതീയ രുദ്രേശ്വര ടെമ്പിൾ ആണ്, അഥവാ രാമപ്പ ടെമ്പിൾ എന്ന് പറയും. രാമപ്പ ടെമ്പിൾ തെലങ്കാനയിലാണ് രാമപ്പ ടെമ്പിൾ വരുന്നത്. 2021 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയി പ്രഖ്യാപിച്ചുള്ളതാണ് ഏത്, രാമപ്പ ടെമ്പിൾ. തെലങ്കാനയിലാണിത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രാജസ്ഥാനിലെ പിങ്ക് സിറ്റി അഥവാ ജയ്പൂർ സിറ്റിയുടെ ഒരു വിഷ്വൽ ആണ് കേട്ടോ. നെക്സ്റ്റ് ധോളാവീര എ ഹരപ്പൻ സിറ്റി. 2021 മറ്റൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ധോളാവീര എ ഹരപ്പൻ സിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വാട്ടർ കൺസർവേഷന്റെ ഒക്കെ മെത്തേഡുകൾ മോഡലുകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ധോളാവീര എന്ന് പറഞ്ഞാൽ. ധോളാവീര എവിടെയാണ്, ഗുജറാത്തിലാണ് കേട്ടോ. ഗുജറാത്തിലെ ഒരു സൈറ്റ് ആണ് ഏത്, ധോളാവീര എ ഹരപ്പൻ സിറ്റി. 2021 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ശാന്തിനികേതനാണ്. ശാന്തിനികേതൻ 41ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. 41ാമത്തെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് ശാന്തിനികേതൻ. 2023 ശാന്തിനികേതൻ. 2023 സെപ്റ്റംബർ മാസത്തിലാണ് ശാന്തിനികേതൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആക്കിയിട്ടുള്ളത്. 2023 ശാന്തിനികേതൻ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് 42ാമത്തെയാണ് ഏത്, 42nd 42ാമത്തെയാണ് സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാലാസ്. 2023 മറ്റൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. 2023 ഹൊയ്സാല ടെമ്പിൾസ്. ഇതെവിടെയാണ് വരുന്നത്, കർണാടകയിലാണ് വരുന്നത്. കർണാടകയിലാണ് ഹൊയ്സാല ടെമ്പിൾസ് വരുന്നത്. ശാന്തിനികേതൻ എവിടെയാണ് വരുന്നത്, ശാന്തിനികേതൻ വരുന്നത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. വെസ്റ്റ് ബംഗാളിലാണ് ശാന്തിനികേതൻ വരുന്നത്. വെസ്റ്റ് ബംഗാളിലാണ് ശാന്തിനികേതൻ വരുന്നത്. 42ാമത്തെയാണ് ഇത് ഹൊയ്സാല സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാല. 2023 അഥവാ ലാസ്റ്റ് വരുന്ന മോണമെന്റ് ആണ്. ഹൊയ്സാല ടെമ്പിളിന്റെ ചെറിയൊരു പിക്ചർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കർണാടകയിലാണ് ഹൊയ്സാല ടെമ്പിൾ വരുന്നത്. ഇത്രയൊക്കെയാണ് യുനെസ്കോയുടെ ഇന്ത്യയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. താങ്ക് യു.